ദിവസത്തെ പരസ്യ പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂരിൽ ഇന്ന് കലാശക്കൊട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി VV പ്രകാശിന്റെ വീട്ടിൽ LDF സ്ഥാനാർത്ഥി സന്ദർശിച്ചത് അവസാന മണിക്കൂറുകളിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ UDF നേതാക്കളുടെ പ്രതികരണം ഇന്നുണ്ടായേക്കും. രാവിലെ മുതൽ റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ കളം നിറയും. കൊട്ടിക്കലാശം ഒഴിവാക്കി പ്രചാരണത്തിൽ കേന്ദ്രീകരിക്കാനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ നീക്കമെന്നാണ് സൂചന. PV അൻവറും പ്രതിപക്ഷ നേതാവും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വന്യജീവി ആക്രമണം, പെൻഷൻ വിവാദം, ജമാഅത്തെ ഇസ്ലാമി, UDF സഹകരണം, ഇതെല്ലാം നിലമ്പൂരിനെ ചൂടുപിടിപ്പിച്ച തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായിരുന്നു. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് VV അരുൺ, TG സജിത്ത്, ഒപ്പം CV അനുമോദ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്ക്. അരുൺ, ഇന്ന് അവസാന ദിവസം 23 ദിവസം നീണ്ട ശക്തിയേറിയ പോരാട്ടം, ഒരുപക്ഷെ ഒരു 6 മാസത്തിനടുത്ത് അല്ലെങ്കിൽ കഷ്ടി 7 മാസം മാത്രം ബാക്കി സമയമുള്ളപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്നതായിരുന്നു നമ്മുടെയൊക്കെ ആദ്യ സംശയം. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നു. ഒരുപക്ഷെ ഏതൊരു ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ ആവേശത്തോടെ നിലമ്പൂരിൽ ഇറങ്ങി ഒരു താരപ്രചാരണത്തിൻ്റെയൊക്കെ അവസാന ദിവസമാണിന്ന്. ഇന്നത്തെ ഏറ്റവും അവസാന ദിവസം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും തൊട്ട് തലേന്ന് എന്ത് സംഭവിക്കുന്നു എന്നതായിരിക്കും അത്രയും നാളത്തെ മുഴുവൻ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുന്നത്. അതുപോലെ VV പ്രകാശിന്റെ വീട്ടിൽ സ്വരാജ് എത്തുന്നതാണ് അവസാന ദിവസം ഏറ്റവും വലിയ ചർച്ചയാവുന്നത്. എങ്ങനെയൊക്കെയാണ് അത് മണ്ഡലത്തിൽ ചർച്ചയാവുന്നത്? ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണ്? ശ്രീജ, തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഓരോ നിമിഷവും ഓരോ മണിക്കൂറും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ നീക്കങ്ങളും ഓരോ അടിയും വളരെ ശ്രദ്ധിച്ചാണ് സ്ഥാനാർത്ഥികൾ, മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, വാവിട്ട പ്രയോഗങ്ങളിലൂടെ പല തെരഞ്ഞെടുപ്പുകളും പല രാഷ്ട്രീയ പാർട്ടികളും തോറ്റിട്ടുണ്ട്. പക്ഷേ നിലമ്പൂരിൽ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ അതിന് അത്തരം പ്രയോഗങ്ങൾ നടത്തിയവർ പോലും പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് വളരെ സൂക്ഷ്മതയോടുകൂടി പോകും നമ്മൾ കണ്ടതാണ്. അങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി എന്നാൽ വളരെ തന്ത്രപരമായുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം, അതാണ് ഇന്ന് കൊട്ടിക്കലാശത്ത് നടക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രി ഒരു നീക്കം നടത്തിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജാണ്. അദ്ദേഹം എടക്കര ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പര്യടനം. എടക്കര എത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പോയത്, അത്ര സ്വാഭാവികമെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ അദ്ദേഹം പോയത് VV പ്രകാശിൻ്റെ കഴിഞ്ഞ 2021 നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് നേതാവ് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം വളരെ പെട്ടെന്ന് ഫലം വരുന്നതിന് മുമ്പ് മരിച്ചുപോയ ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വീട്ടിലേക്കാണ് പോയത്. അതിന് രാഷ്ട്രീയ പ്രാധാന്യമില്ല എന്ന് രാവിലെ സംസാരിക്കുമ്പോഴും M സ്വരാജ് പറഞ്ഞു. തികച്ചും വ്യക്തിപരമായ സന്ദർശനമാണ്. ബാക്കി തുടരാം. സ്വരാജിന്റെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരാം. ഇന്നലെ തന്നെ ഞാൻ വിശദീകരിച്ചിരുന്നു, നമ്മളതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. ഞാൻ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. നമുക്കിപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നവരും പല കാരണങ്ങളാൽ സുഹൃത്തുക്കളായി ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരേ നാട്ടുകാരാകുമ്പോൾ ഒരു സൗഹൃദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കണക്കാക്കും. സത്യത്തിൽ ആശയപരമായി വിയോജിക്കുമ്പോഴും അങ്ങനെ ഒരു തലം നിലനിൽക്കുന്നത് നല്ലതാണ്. ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നം, നിലപാടുകളെയും അഭിപ്രായങ്ങളെയും രാഷ്ട്രീയത്തെയും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന് പകരം വ്യക്തിപരമായി ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുക എന്നൊരു തെറ്റായ ശൈലി വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനൊരു ഉദാഹരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അത് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. വ്യക്തി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്നതിന് പകരം രാഷ്ട്രീയ വിയോജിപ്പുകൾ, അഭിപ്രായ ഭിന്നതകൾ അത് ആ തലത്തിൽ നിലനിർത്തുന്നതാണ് നല്ലത്. അത് ഞാനിപ്പോൾ പൊതുവെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു വന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ പറഞ്ഞ വിഷയത്തിലും അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. അത് ഏതെങ്കിലും തരത്തിലൊരു തർക്ക കാര്യമാക്കേണ്ടതുമില്ല, ഒരു തർക്ക വിഷയമാക്കേണ്ടതുമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ നമ്മളതങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പോയതിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച ഒരു ഘടകമല്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാനത് അന്വേഷിക്കുന്നുമില്ല. അതെൻ്റെ ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഞങ്ങളത് ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമേ അല്ല. ഇന്നലെ
അവിടെ തമ്പുരാൻകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത്. അവിടെ 9 മണിക്കൊരു യോഗം തീരുമാനിച്ചിരുന്നു. വലിയ യോഗം. അവിടെ ഒരു നഗറാണ്, ആ നഗറുമായി ബന്ധപ്പെട്ടുള്ളൊരു യോഗം തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടിയിരുന്നു. ഞാൻ മഹാകുടുംബ സംഗമങ്ങളിൽ ചിലതിലൊക്കെ പങ്കെടുത്ത് അവിടെ പങ്കെടുക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിനിടയിൽ ആണ് വീട് സന്ദർശിച്ചത്. ഇതിനു മുൻപ് തന്നെ എടക്കരയിൽ പോയപ്പോൾ, പക്ഷെ അത് പകൽ സമയത്തായിരുന്നു. അപ്പോൾ പ്രകാശേട്ടൻ്റെ ഭാര്യ ജോലി സ്ഥലത്തായതുകൊണ്ട് അപ്പോൾ പിന്നെ പോയില്ല. ഇന്നലെ സാഹചര്യം വന്നപ്പോൾ പോയി കണ്ടു, സൗഹൃദം പുതുക്കി സംസാരിച്ചു എന്നേ ഉള്ളൂ. അതിലെനിക്ക് മറ്റു കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല. അതേസമയം പ്രകാശിന്റെ വീട്ടിലെ എം സ്വരാജിന്റെ സന്ദർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിക്കാൻ തയ്യാറായില്ല. UDF ഒറ്റക്കെട്ടാണെന്നും ഒരു വോട്ട് പോലും ചോരില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം സ്വരാജ് അന്തരിച്ച വി പ്രകാശിന്റെ വീട്ടിൽ പോയി വോട്ട് വയ്ക്കുന്നത് കണ്ടു. അതൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ UDF ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDFന്റെ ഒരു സിംഗിൾ വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കില്ല എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി കേരളത്തിലെ ഈ ദുസ്ഥിതി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ വിഭാഗം LDF വോട്ട് UDF ലഭിക്കും. അരുൺ, വെറുതെ ഒന്ന് ഓർത്തു നോക്കിയാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് തലേന്ന് VS KK രമയുടെ വീട്ടിൽ പോയതൊക്കെ വെറുതെ ഇങ്ങനെ ഓർമ്മ വരുന്നു, വളരെ യാദൃച്ഛികമായി ഓർമ്മ വരുന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വന്ന പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിനുശേഷമുള്ള ഈ അവസാന ദിവസത്തെ സന്ദർശനം, ഇതൊക്കെ വളരെ യാദൃച്ഛികം, സ്വാഭാവികം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയുമോ? അത് എത്രത്തോളം നിലമ്പൂരിൽ ഏതെങ്കിലും തരത്തിലുള്ള ചലനമുണ്ടാക്കാൻ സാധ്യതയുണ്ട്? ശ്രീജ, സ്വരാജിന്റെ പ്രതികരണം ആ രീതിയിൽ മാത്രം കണ്ടത്. കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് മുതൽ, പ്രഖ്യാപിച്ചത് മുതൽ വളരെ മിതമായി സംസാരിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ വിവാദങ്ങളിലേക്ക് ഒരു വിവാദത്തിലും തൊടാതെ പോകുന്ന ഒരാളാണ് അദ്ദേഹം. അല്പം രൂക്ഷമായി സംസാരിച്ചത് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധത്തിൽ മാത്രമാണ്. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഈ മുന്നണി നേതൃത്വങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിലോ ഒന്നും അദ്ദേഹം പ്രതികരിച്ചു പോയില്ല. അതേ ഒരു നിലപാട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിക്കുക. തികച്ചും വ്യക്തിപരം എന്ന് പറയുമ്പോഴും ആ വ്യക്തിപരമായ സന്ദർശനത്തിന് പല അർത്ഥതലങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒന്ന്, ആര്യാടൻ ഷൗക്കത്ത് UDFന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ഇതുവരെ VV പ്രകാശ് എന്ന കോൺഗ്രസിൻ്റെ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന ആളുടെ വീട്ടിലേക്ക് അദ്ദേഹം മരിച്ച ശേഷം, അല്ലെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ്, ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ കുടുംബാംഗങ്ങളെ കണ്ട് വോട്ട് ചോദിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി പോയിട്ടില്ല. അവിടെയാണ് എം സ്വരാജിൻ്റെ ഇന്നലത്തെ സന്ദർശനത്തിൽ ഒരു രാഷ്ട്രീയ പ്രസക്തിയുള്ളത്. എം സ്വരാജ് പൂർണ്ണമായും അതൊരു വ്യക്തിപരമായ സന്ദർശനമാണ്. നേരത്തെ തന്നെ അദ്ദേഹവുമായി സൗഹൃദമുണ്ടായിരുന്നു. ആ ഭാഗത്ത് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുടുംബത്തെ കാണാൻ പോയി എന്ന് മാത്രം പറയുന്നു. പക്ഷേ അതിന് മറ്റൊരു അർത്ഥങ്ങളുണ്ട്, ചർച്ചകളുണ്ടാകും. പ്രതിപക്ഷ VD സതീശൻ നേരത്തെ വീട് സന്ദർശിച്ചിരുന്നു. ആ കുടുംബത്തിന് വലിയ അതൃപ്തിയുണ്ട്. അത് ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥി